ഈ സർക്കാരിനെ പ്രതിരോധത്തിലാകാൻ വേണ്ടിയിട്ടാണ് മുൻ മന്ത്രി ബാലഗോപാലിനെ പെട്രോൾ ഡീസലിന്റെ ടാക്സ് ഒഴിവാക്കണം എന്നൊക്കെ സഭയിൽ വെച്ച് കാച്ചിയത്. സംഭവം നല്ലൊരു ഐഡിയ ആയിരുന്നു. പക്ഷേ എയറിലായത് തോമസ് ഐസക്കാണ്. അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെന്റേജ്, ചെറിയൊരു പെർസെന്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന ഇവിടെ ഈ റെക്കോർഡിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. ഇനി എങ്ങനെയാണ് ഈ നാട്ടിലെ സൈബർ സഹാക്കള് പച്ചക്കള്ളം ഉളുപ്പില്ലാണ്ട് പ്രചരിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി തോമസ് ഐസക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് സഭയിൽ പറഞ്ഞ കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് കാർഡിറക്കി. അതിൽ നിന്ന് നൈസായിട്ട് തോമസ് ഐസക്കിന്റെ പേരങ്ങണ്ട് മാറ്റിയിട്ട് ഇത് വി ഡി സതീശൻ പറഞ്ഞതാണെന്ന രീതിയിൽ വി ഡി സതീശൻ മുമ്പ് പറഞ്ഞ വീഡിയോയും ചേർത്ത് ക്യാപ്സ്യൂൾ ഇറക്കി. ഉളുപ്പുണ്ടോന്ന് ചോദിക്കുന്നില്ല, അതിന് മാത്രം ഉളുപ്പ് എനിക്കില്ല.